പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കും. പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ പതിവില്ലാത്ത വിധം BJPക്ക് ഒരു വലിയ തിരിച്ചടി നേരിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് പാർലമെൻറ്റിൽ എത്തിയില്ല എന്നുള്ളത് സത്യത്തിൽ അതൊരു വിവാദപരമായ ചോദ്യമാണ്. അത് ശരിയായ നടപടി ആയിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വരണം, വന്ന് കൃത്യമായിട്ട് ഈ ബ്രിട്ടാസിനെയൊക്കെ പോലുള്ള ആൾ കാണിക്കുന്ന ഈ കോപ്രായത്തിന് മോനെ ഒടിച്ചിട്ട് പോകണം. നിർമ്മല സീതാരാമനെ നമ്മൾ നോക്ക്, എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ അടുത്ത ദിവസം ഇവിടെ വെടി സേഷൻ ചെയ്യും പോലെയാണ് അടിച്ചങ്ങ് നിരപ്പാക്കാണ്. ബ്രിട്ടാസിനൊന്ന് പിന്നെ കണ്ണൻ തള്ളിയിരിക്കണം, എന്ത് പറഞ്ഞെന്ന് അറിയാൻ പാടില്ല. ഇന്നലെയാണോ മിനിഞ്ഞാണോ ബ്രിട്ടാസ് വീണ്ടും തേമ്പിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ കേരളീയനാണ്, മലയാളിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപരാഷ്ട്രപതി പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ്. അങ്ങനെ കേരളീയനെന്നോ വരുന്നോ ഒരു വ്യത്യാസമില്ല, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. അല്ല, യുവമാരെ രീതി അറിയാമല്ലോ. ജാതി പറയുക, പരസ്യമായിട്ട് പച്ചക്ക് ജാതി പറയുമ്പോൾ വ്യംഗ്യ ജാതി പറയുക, സമുദായം പറയുക, പിന്നെ ഞാൻ പ്രാദേശികവാദം ഉന്നയിക്കുക, ഇതൊക്കെ തന്നെ യുവമാരെ തേപ്പ് പരിപാടികളാണ്. നമ്മുടെ റഹീമില്ലേ, റഹീം അവസാനം ആയുധം വെച്ച് കീഴടക്കി. അദ്ദേഹം മലയാളത്തിൽ തന്നെ പ്രസംഗിക്കാൻ അവിടെ മലയാളത്തിൽ പ്രസംഗിച്ചാൽ ഇത് പുള്ളിക്കും മനസ്സിലാവത്തില്ല, പ്രസംഗിക്കുന്നത് എന്താണെന്ന് പുള്ളിക്കും മനസ്സിലാകത്തില്ല, അതുപോലെ കേൾക്കുന്ന നമുക്കും മനസ്സിലാകത്തില്ല. ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഇന്നലെ സുരേഷ് ഗോപി അവിടെ കേരളം പാട്ടുപാടി പാർലമെന്റിൽ. കേരളം കേളി കെട്ടു. ഇപ്പൊ പുള്ളിക്ക് വയ്യ പ്രശ്നം, എൻ്റെ പേര് പറഞ്ഞില്ല. കേന്ദ്രമന്ത്രിക്ക് എന്താ എൻ്റെ പേര് പറഞ്ഞാൽ? ശ്രീകുമാരൻ തമ്പി അങ്ങനെയായ എൻ്റെ പേര് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിക്ക് എന്തായിരുന്നു പ്രശ്നം? ഞാൻ എഴുതിയ പാട്ടാണ് അയാൾ പാടി. അയാൾ എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല? കേന്ദ്രമന്ത്രി എന്തുകൊണ്ട് പാർലമെൻറ്റിൽ എൻ്റെ പേര് പറഞ്ഞു? ഈ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ, നമ്മളെല്ലാം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, അത് മാത്രമല്ല ആ പാട്ട് കേൾക്കാതെ ഒരു ദിവസം പോലും, ഇപ്പോൾ യേശുദാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ യേശുദാസിൻ്റെ ശബ്ദം കേൾക്കാതെ നമ്മൾ ഒരു ദിവസം കടന്നു പോകാറില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചുമ്മാതിപ്പോൾ ഒരു റേഡിയോ വെച്ചാൽ ഒരു പാട്ട്, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പാട്ട്, കയറിയ ഒരു പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വരുന്ന പാട്ടുകളിൽ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു പാട്ടേലും കേൾക്കാത്ത ഒരു ദിവസം ഇല്ല, ജീവിതത്തിൽ ഇല്ല. മാത്രമല്ല അദ്ദേഹം കേരളി കൊട്ടു വരുന്ന കേരളം മാത്രമല്ല, മലയാള ഭാഷതൻ മാതക ഭംഗിതൻ കേരളത്തെ കുറിച്ച് ഒരുപക്ഷെ ഒരുപാട് നല്ല പാട്ട്, മലയാളി പെണ്ണേ നിന്റെ മനസ്സ്, മലയാളി പെണ്ണേ നിന്റെ മനസ്സ്, അതുപോലെ പൂവിളി പൊന്നോണമായി ഒരുപാട് പാട്ടുകൾ എഴുതിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഈ പാർലമെന്റ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് സത്യത്തിൽ വലിയ വിജയശ്രീ ലാളിതരായിട്ടാണ് ഇക്കുറി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ BJP വരുന്നത്. സർക്കാർ വരുന്നത് വളരെ വിജയശ്രീ ലാളിതരായിട്ടാണ്. കാരണം പിളർത്തേണ്ടവരെയൊക്കെ പിളർത്തി, തങ്ങളുടെ കൂടെ കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവന്നു. പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയം നേടി. പിന്നെ ഇപ്പോൾ ബംഗാളിൽ ഭരണം പിടിച്ചു, അതുപോലെ കേരളത്തിൽ 3 സീറ്റ് കിട്ടി. ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ അവരുടെ ഒരു അജണ്ടകൾ എല്ലായിടത്തും നടപ്പായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പാർലമെൻറ്റ് സമ്മേളനം. പക്ഷേ ഈ CJP സമരമാണ് ഇവരെ വല്ലാത്തൊരു പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ തന്നെ അവിടെ ഈ സമരം നടന്നു എന്നുള്ളതാണ് സർക്കാരിനെ ശരിക്കും വെട്ടിലാക്കിയത്. അതായത് ഈ തവണ വളരെ അനിതര സാധാരണമായ സംഭവങ്ങളാണ് നടന്നത്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അന്നേ രാജിവെച്ചിരുന്നെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു. ഇല്ല, ഇദ്ദേഹം എന്താ വരാഞ്ഞ് എന്ന് ചോദിച്ചാൽ, അമിത്ഷാ വരാതിരുന്നത് ഈ ജന്തർ മന്ദർ സമരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നതെന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, എനിക്ക് ഈ ബഹളത്തിനിടയിൽ വന്നിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണമല്ല. ബഹളത്തിനിടെ താല്പര്യമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ഇരുന്ന് നേരിടണം, വീഡിയോ സേഷനെ കണ്ടുപിടിക്കണവരല്ല. അതെ, എന്ത് പറഞ്ഞാലും ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വന്നിരുന്നു ഒറ്റ ആഴ്ച മറ്റേ CPM എല്ലാ ക്യാപ്സുകളും പടയെന്ന് പുള്ളി 3 അടി അടിച്ച് മടക്കി ഇങ്ങോട്ട് മാറി ഒരു 2 ഫയലും കെട്ടി അങ്ങോട്ട് മാറ്റി വെക്കും. അടുത്ത ഫയൽ ഇങ്ങോട്ട് എടുക്കും, തുറക്കും, 2 കെട്ടും അങ്ങോട്ട് മാറ്റി വെക്കും. ഇതിനിടയ്ക്ക് ഇവരോട് പറയാനുള്ളതല്ല പറഞ്ഞിട്ട്. അത് പിന്നെ നമ്മൾ പാർലമെന്റിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ മാധ്യമപ്രവർത്തകർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ ലോക്സഭാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം ഒരു പരിപാടി വേറെ അറ്റൻഡ് ചെയ്യില്ലായിരുന്നാണ്. രാവിലെ തൊട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇരിക്കുന്നതാണ്. അത് അങ്ങനെ വേണമല്ലോ. ഇത് മോദിയും സഭയിലെത്തിയത് വളരെ ചുരുക്കം സമയത്ത് മാത്രമാണ്, വളരെ ചുരുങ്ങിയ സമയത്താണ്. പിന്നെ അമിത്ഷാ വെറും 4 മിനിറ്റാണ് പങ്കെടുത്തത്. ഈ 19 ദിവസം നീണ്ടു നിന്ന സമ്മേളനത്തിൽ വെറും 4.5 മിനിറ്റ്. ഇന്നലെ ഈ സമ്മേളനം പിരിച്ചുവിട്ട് അവസാനിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വന്നൊരു 4.5 മിനിറ്റ് വന്നിരുന്ന പോവുകയാണ്. അവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇവിടെ അറിഞ്ഞു. അതെ, രാഹുൽജി. അല്ല, അവിടെയും ഇത്തവണ അവരത് ഫലപ്രദമായി വിനിയോഗിച്ചു. ഈ അമിത്ഷാ തന്നെയാണ് പാർലമെന്റിൽ പറഞ്ഞത്, രാഹുൽ ഗാന്ധി പകുതി ദിവസം പോലും സഭയിൽ ഹാജരായിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കളിയാക്കിയ ആളാണ് അമിത്ഷാ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അമിത്ഷാ ഈ 18 ദിവസത്തിൽ ഒരു ദിവസം പോലും
വന്നില്ല. ഇന്നലെ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഒരു സമയദൈർഘ്യത്തിൻ്റെ ഒരു കണക്കുകൾ ഉണ്ട്. ആ കണക്കിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കിയറിയാം, ആകെ സിറ്റിംഗ് 19 ദിവസമായിരുന്നു. 12 ബില്ലുകൾ പാസ്സാക്കി. 12 ബില്ല്, അതിനകത്താണ് കേരളം ഉൾപ്പെടുന്ന ബില്ലുകൾ വന്നത്. അതുപോലെ ലോക്സഭ സമ്മേളിച്ചത്, ഈ 19 ദിവസം കൊണ്ട് ലോക്സഭ സമ്മേളിച്ചത് വെറും 17.28 മണിക്കൂറാണ്. അതായത് ഒരു ദിവസം പോലും 24 മണിക്കൂറല്ലേ ഒരു ദിവസം, ഒരു ദിവസം പോലും സമ്മേളിച്ചിട്ടില്ല. അതായത് 17.28 മണിക്കൂർ 19 ദിവസം കൊണ്ട് ലോക്സഭ സമ്മേളിച്ച സമയമാണ് ആകെ. അതുപോലെ ചോദ്യോത്തരവേള വെറും 12 മിനിറ്റാണ് ലോക്സഭയിൽ, വെറും 12 മിനിറ്റ് ഇത്രയും ദിവസം. അതുപോലെ നിയമനിർമ്മാണം 12 മണിക്കൂർ മാത്രമാണ് നിയമനിർമ്മാണം നടന്നിട്ടുള്ളത്. ഇനി രാജ്യസഭ നോക്കിയാലോ, രാജ്യസഭ എനിക്ക് തോന്നുന്നു ലോക്സഭയേക്കാൾ കൂടുതൽ സമ്മേളിച്ചു. 37.49 മണിക്കൂർ അവർ സമ്മേളിച്ചു. മറ്റേത് 17.28 മണിക്കൂർ സമ്മേളിച്ചു. ചോദ്യോത്തരവേള മറ്റേത് 12 മിനിറ്റേ ഉള്ളൂ, ഇവിടെ 2.3 മണിക്കൂർ, 2.5 മണിക്കൂർ ഇത് നടന്നു. നിയമനിർമ്മാണം 22.54 മണിക്കൂർ, അതായത് 23 മണിക്കൂർ നിയമനിർമ്മാണവും നടന്നു. അതാണ് ഏറ്റവും പ്രശ്നം. അപ്പം ഇതിനകത്ത് ഹാജർ നില കുറഞ്ഞുപോയ അമിത്ഷാ അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടി ആണ് നേരിട്ടിരിക്കുന്നത്. സർക്കാരിനൊന്നും പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇതിനിടയ്ക്കാണ് ബീഹാറിൽ നിതിൻ നവീൻ ഒഴിഞ്ഞ, ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് നിതിൻ നവീൻ ഒഴിഞ്ഞ മണ്ഡലത്തിൽ ഇത് നടന്നിട്ട് അങ്ങേര് കയറിപ്പോയില്ലേ, പ്രശാന്ത് കിഷോർ ജയിച്ചില്ല. അത് വെറും വിജയമല്ല, 19,000 വോട്ടിന് ജയിച്ചു. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ 35% വോട്ട് നടന്നിട്ടുള്ളൂ, വോട്ടെടുപ്പ് ആളെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ബി.ജെ.പിക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന്, ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ രാജിവെച്ച സ്ഥാനത്തേക്ക് നടന്ന മത്സരമാണെന്നുള്ളതാണ് അതിനെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണം CJP ആണ്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. CJPയുടെ ജന്തർ മന്തർ സമരത്തിന് ശേഷം BJP ആകെ അലങ്കോലപ്പെട്ടു പോയെന്ന് തന്നെ പറയാം. മാത്രം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSS മേധാവി മോഹൻ ഭാഗവത്, അദ്ദേഹം ഇപ്പോൾ ഈ ന്യൂജൻ ആളുകളുമായി നിരന്തരമായി അദ്ദേഹം സംവാദങ്ങളിൽ ഏർപ്പെടുകയാണ്. കൃത്യമായി അദ്ദേഹം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളെ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം ചെറുപ്പക്കാരുടെ ഇതിൽ സംവദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹം വന്ന ആ സംവാദത്തിൽ നമ്മളെയൊക്കെ പങ്കെടുക്കാൻ പോയിരുന്നതാണല്ലോ. അദ്ദേഹത്തിന് അസാമാന്യമായി ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാനും അത് കരുതിയിരുന്നില്ല. കാരണം അതിന് പോയപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോഡക്ടറി സ്പീച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇൻട്രാക്ഷനിൽ കിടന്നപ്പോൾ ഉണ്ടല്ലോ, ഇത്ര മനോഹരമായ, അദ്ദേഹം വളരെ എന്താണ് താത്വിക ഭാഷയൊന്നുമല്ല, വളരെ നല്ല മനോഹരമായ ഇംഗ്ലീഷ്, സിമ്പിളായ ഇംഗ്ലീഷിൽ അദ്ദേഹം വളരെ രസകരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് എതിർവശത്തിരിക്കുന്നവർക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്. കൃത്യമായ മറുപടികളാണ്, എല്ലാത്തിനും മറുപടിയാണ്. അദ്ദേഹം തപ്പിത്തലയോ നോ കമൻസ് ഒന്നും പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിക്ക് എല്ലാ ചോദ്യം ചോദിച്ചവർക്ക് അദ്ദേഹം കൃത്യ ഉത്തരം കൊടുത്തു. അത് വളരെ രസകരമായിട്ട്. എനിക്ക് തോന്നുന്നു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒളിപ്പ് മറ ഇതൊന്നും ഉള്ള ഒരു തലമുറ അല്ല. അവർ നേരെ കക്ഷികളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ന്യൂജൻ ചെറുപ്പക്കാരൻ വന്നിട്ട് അയാൾ ഈ മൊബൈൽ എടുത്ത് ടിക്കറ്റ് എടുക്കാൻ നോക്കുന്നു, വർക്ക് ചെയ്തില്ല. പുള്ളി ഉടനെ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, ആരെങ്കിലും കയ്യിൽ 23 രൂപ ഉണ്ടോ, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഗൂഗിൾ പേയിലേക്ക് വീട്ടിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഞാൻ മടക്കി തരാം എന്ന് പറയുന്നുണ്ട്. ഒരു നമ്മുടെ തലമുറയിൽപ്പെട്ടവർ പോലും ഞാൻ അവിടെ ഇറങ്ങിക്കൊള്ളാമെന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു തലമുറയാണ്. ഉടൻ തന്നെ ഒരാൾ 23 രൂപ കൊടുത്തു, ഒരു ചെറുപ്പക്കാരൻ 23 രൂപ കൊടുത്തു, അയാൾ തിരിച്ച് വേണ്ടാതും പറഞ്ഞു. ഈ 23 രൂപ കൊടുത്താൽ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അവരുടെ തലമുറ എന്ന് പറഞ്ഞത് വേറെ ഒരു വളരെ വിശാലമായ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഇവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മോഹൻ ഭാഗവത് അക്കാര്യത്തിൽ ഒരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ നാളെ അത് BJP അത് ചെയ്യണം. കാരണം ഇത് ഈ പുതിയ തലമുറ നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അവരെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണം. പാർലമെൻറ്റിൽ ഈ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ പോയില്ല, എനിക്കവിടെ വെള്ളത്തിൽ പേരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെ, ഇവരെ രണ്ടുപേരും ഭയന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ വിട്ടു നിന്ന്? അവിടെ CJP സമരം ശരിക്കും BJP വല്ലാതെ ഉലച്ചു കളഞ്ഞു. നരേന്ദ്രമോദിക്ക് പാതിരാത്രിക്ക് കുട്ടികളുമായിട്ട് സംവദിക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ വരേണ്ടി വന്നു അല്ലേ? അവസാനം കർഷക സമരത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മന്ത്രികളെ രാജിവെപ്പേണ്ടി അവർ പറഞ്ഞ ഡിമാൻഡ് എല്ലാം അംഗീകരിക്കേണ്ടി വന്നു. മുഴുവൻ ഡിമാൻഡ് ഒന്നൊഴിയാതെ അംഗീകരിക്കപ്പെട്ടു. അപ്പോഴാണ് ഈ വെടിവെച്ച പെല്ലറ്റിന്റെ വിഷയം. അതൊന്ന് നരേന്ദ്രമോദി പറയാതിരുന്നത് അയോധ്യ കൊള്ള ചോദിക്കും, അതിന്റെ പേരിലാണ് അയാൾ വരാൻ. എന്തിന് ഇവർ ഭയക്കുന്നു? ഇവർ ഇങ്ങനെ ഭയന്നു കഴിഞ്ഞാൽ ഇനി ഇവർക്ക് അടുത്ത ടൈമിൽ എങ്ങനെ ഈ അധികാരത്തിലെത്താൻ കഴിയും? സാധാരണഗതിയിൽ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അവരെ ഗംഭീര ഒരു പെർഫോമൻസാണ് എപ്പോഴും നടത്തുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർ ഇത്തവണ ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലാകാത്തത്? ഈ ന്യൂജൻ അതിൻ്റെ പുതിയ തലമുറ അവർ കൂടെ നിർത്താനുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നേ പറ്റൂ. ഏത് രാഷ്ട്രീയ പാർട്ടി
രാഹുൽ ഗാന്ധിക്ക് 56 വയസ്സായി. രാഹുൽ ഗാന്ധി ഇപ്പോഴും ചെറുപ്പക്കാരനാണെന്ന് ആൾ ധരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു അഷ്ടപൂർത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരിക, പുതിയ തലമുറ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ കൺവെൻഷനായി പണ്ട് പോലെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളല്ല നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഇഷ്ടങ്ങൾ വേറെയാണ്, അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ വേറൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇവർ നിർണായക ശക്തിയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് എന്തായാലും ശരിക്കും അമിത്ഷായുടെയും മോദിയുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവാത്ത പതിവില്ലാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഇത്. അതാണ് നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അത് പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ജനത ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നതല്ലേ ഏറ്റവും വലിയ സ്ഥാപനമാണ്. അവിടെ വരണം, വന്ന് മറുപടി പറയണം. ഞാൻ പറയുന്നത് പഠിച്ചിട്ട് വന്ന മറുപടി പറയാം. ഇത് ഇത്രയും പ്രഗത്ഭന്മാരെ വാജ്പേയി പോലുള്ള ആളിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വാജ്പേയി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ നമ്മുടെ പാർലമെൻറ്റ് ലൈവ് വരുമായിരുന്നില്ല. അപ്പം എനിക്കത് കാണുന്ന വലിയ ഇഷ്ടമായിരുന്നു. നമ്മുടെ ദൂരദർശനം മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം സംസാരിക്കുകയാണ്, വാജ്പേയി ചോദ്യം ചോദിക്കുകയാണ്, മറുപടി പറയേണ്ടത് KC ലങ്ക എന്ന് പറഞ്ഞ ഡിഫൻസിൻ്റെ എനിക്കറിയാം. KC ലങ്ക അത് ഒഡീസക്കാരനോ മറ്റോ ആണ്. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. വാജ്പേയി ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം എഴുതി വായിക്കുന്നു. ഉടൻ വാജ്പേയി എണീറ്റ് ചോദിക്കുന്നു. അതിൻ്റെ ഉപചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം KC ലങ്ക പതറുകയാണ്. വാജ്പേയിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞു ഐ ഡോണ്ട് നോ എന്ന് അദ്ദേഹം പറഞ്ഞു. വാജ്പേയി ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ആ പതറി നിൽക്കുക. അപ്പം പറഞ്ഞു ഐ ആം നോട്ട് ഷുവർ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വാജ്പേയി വളരെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആർ യു ഷുവർ ദാറ്റ് യു ആർ ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ്? ശരിക്കും ആ സഭയിൽ എല്ലാവരും ഒരുമിച്ചൊക്കെ ചിരിച്ചു പോയി. വാജ്പേയി ആകുമ്പോൾ അദ്ദേഹം അങ്ങനെ വലിയൊരു സ്റ്റേറ്റ്സ്മാൻ, വലിയൊരു അദ്ദേഹം ഇത്ര മനോഹരമായി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അത് അവരെയൊക്കെ ഒരു ഇന്നും BJP സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല ബൗദ്ധികമായ ഒരു നിലവാരം പുലർത്തുന്ന ഒരു വലിയ സംഘം അവർക്കൊപ്പമുണ്ട്. അവരെയൊക്കെ വെച്ച് സംഗതി മനസ്സിലാക്കിയിട്ട് പാർലമെൻറ്റ് ഇപ്പോൾ നല്ല മറുപടി തിരിച്ചങ്ങ് കൊടുക്കാം. ഈ ബ്രിട്ടാസ് സംഘം ബഹളം വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇവിടെ നടക്കുന്ന വൃത്തികൾ ഇവിടെ തിരിച്ച് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു വിടും. അത്രേ ഉള്ളൂ. അതുപോലെ ചെയ്യാൻ പറ്റുന്ന പ്രതിപക്ഷ നേട്ടമായിട്ട് ആഘോഷിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ ബില്ല് ശീതകാല സമ്മേളനത്തിലേക്ക് മാറ്റി. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബില്ല് പരിഗണിക്കുന്ന JPCക്ക് പ്രതിപക്ഷ എതിർപ്പ് മൂലം റിപ്പോർട്ട് വയ്ക്കാനായില്ല. ഗുരുതരമായ കുറ്റങ്ങൾക്ക് തടവിലാക്കപ്പെട്ടാൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ സ്ഥാനത്തു നിന്ന് നീക്കുന്നതിനുള്ള ബില്ലിന്മേലുള്ള JPC റിപ്പോർട്ട് അന്തിമമാക്കാനായില്ല. വിദേശ സംഭാവന നിയന്ത്രിക്കാനുള്ള FCRA നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ JPCക്ക് വിടേണ്ടി വന്നു. അതുപോലെ പാർട്ടികളെ പിളർത്തിയിട്ടും മണ്ഡല പുനർനിർണയത്തിന് ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇവർക്ക് ലഭിച്ചതുമില്ല. ഇങ്ങനെ കുറേ നേട്ടങ്ങൾ ഇതിനിടയിലൂടെ പ്രതിപക്ഷം ഉണ്ടാക്കി. അപ്പോൾ എന്ന് പറഞ്ഞാൽ BJP ആകെ അടിമുടി ഉലഞ്ഞു എന്നല്ല, നന്നായിട്ട് അവർ ഉലഞ്ഞുപോയി ആ ഒറ്റ പാറ്റാ സമരത്തിൻ്റെ. എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇത് മിക്കവാറും ഈ RSS ഇക്കാര്യത്തിൽ ഇടപെടുമായിരിക്കും. ഇടപെട്ടേ പറ്റൂ. മോഹൻ ഭാഗവത് അദ്ദേഹം ഇപ്പോൾ ഈ യുവതലമുറയുമായി നിരന്തരം ഇങ്ങനെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം വേറെ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം അവിടെ RSS നാഗ്പൂരിൽ ദേശീയ നേതൃത്വം വളരെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു ഡയറക്ഷൻ കൊടുക്കുമായിരിക്കും. ഈ ചെയ്ത നടപടി ശരിയായില്ല എന്നും അവർ കാരണം പറയും. പാർലമെൻറ്റ് പോയിരുന്ന നടപടി ശരിയായില്ല. കാരണം RSS ചുമ്മാ തൊട്ടനും പിടിച്ചെന്ന് ഇടപെടുന്ന ഒരു രീതിയല്ല ഈ സർക്കാരിൻ്റെ BJP കാര്യത്തിൽ. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒഴുക്കിനൊക്കെ സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകും. കാരണം ഇത് ഞാൻ പോകില്ല എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമായൊരു കാര്യമേ അല്ല.